അറിയുമോ? കാലവർഷക്കെടുതിയിൽ ഓരോ രാത്രിയിലും ഓരോ അമ്മമാരും തന്റെ കുട്ടികളെ മാറോട് ചേർത്തുകൊണ്ട് ഉറങ്ങുന്നത് നാളെ ഉണരുമെന്ന് സ്വപ്നം കണ്ടിട്ടല്ല. ഭയമാണ് അവർക്ക്. നാളെ പുലരുമ്പോൾ ആരൊക്കെ ഒപ്പമുണ്ടാകും എന്ന് യാതൊരു പ്രതീക്ഷയും. ദേഹത്ത് പൊടിപറ്റാത്ത എംഎൽഎക്ക് ഈ സാധുക്കളുടെ വിഷയം പറഞ്ഞാൽ മനസ്സിലാവില്ല. അതറിയണമെങ്കിൽ ഇലക്ഷൻ സമയത്തല്ലാതെ, പ്രചരണ സമയത്തല്ലാതെ ഈ സാധുക്കളുടെ ഈ നാട്ടിലേക്കൊന്ന് ഇറങ്ങണം. വല്ലപ്പോഴും ഒക്കെ കടൽക്ഷോഭ സമയത്ത് ഈ വഴിക്കൊന്ന് പോകണം. എന്നെങ്കിലേ ഈ സാധുക്കളുടെ വിഷയം മനസ്സിലാവും. അങ്ങയുടെ മണ്ഡലമാണ്. 22 വർഷക്കാലമായി അങ്ങ് പ്രതിദാനം ചെയ്യുന്ന ഈ മണ്ഡലത്തിലാണ് 100 കണക്കിന് വീടുകൾ ഈ അവസ്ഥയിലായിട്ടും എന്ത് പരിഹാരമാണ് അങ്ങ് ചെയ്തത്? അങ്ങ് ആകെ ചെയ്യുന്ന പരിഹാരം എന്താണെന്ന് അറിയുമോ? അങ്ങയുടെ പ്രചരണം തുടങ്ങുന്ന സമയത്ത് ഈ സാധുക്കളെ പറ്റിക്കാൻ ആറാട്ടുപുഴ തൃക്കുന്നപ്പുഴ മേഖല ആദ്യം അങ്ങയുടെ റോഡ് ഷോ നടക്കും. ആ റോഡ് ഷോ അവസാനിക്കുന്നത് ആറാട്ടുപുഴ തൃക്കുന്നപ്പുഴ മേഖലയിലാണ്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ മനസ്സിലാക്കണം. ചിരിച്ചുകൊണ്ട് നമ്മളുടെ മുമ്പിലേക്ക് വരുന്ന ശ്രീമാൻ രമേശ് ചെന്നിത്തലയുടെ കാപട്യത്തിന് മുഖം നിങ്ങൾ തിരിച്ചറിയണം. നിങ്ങൾ വോട്ട് ചെയ്യും മുമ്പ് പലവട്ടം ആലോചിക്കണം. നിങ്ങളുടെ മുമ്പിലേക്ക് ചിരിച്ചുകൊണ്ട് വരുമ്പോൾ, നിങ്ങളെ കെട്ടിപ്പിടിക്കുമ്പോൾ, നിങ്ങൾക്ക് കൈ തരുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, ഇന്നലെ നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്ന പല അയൽവാസികളും ഇന്ന് നിങ്ങളോടൊപ്പം ഇല്ല. ഇന്നലെ നിങ്ങൾ കണ്ട പല വീടുകളും ഇന്ന് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നില്ല. 22 വർഷക്കാലമായി ഹരിപ്പാടിനെ പ്രതിനിധാനം ചെയ്യുന്ന എംഎൽഎ ആണ് ശ്രീമാൻ രമേശ് ചെന്നിത്തല. ശ്രീമാൻ രമേശ് ചെന്നിത്തലയോട് ചോദിക്കാനുള്ളത്, 22 വർഷക്കാലമായി അങ്ങേക്ക് പൂർത്തീകരിക്കാൻ കഴിയാത്ത എന്ത് പദ്ധതിയാണ് ഈ ആറാട്ടുപുഴ തൃക്കുന്നപ്പുഴ നിവാസികൾക്ക് വേണ്ടിയിട്ട് അങ്ങേക്ക് ചെയ്യുവാൻ സാധിക്കുന്നത്? പൂർത്തീകരിക്കാൻ പറ്റുമായിരുന്നെങ്കിൽ ഒരു വർഷം 1 കിലോമീറ്റർ വെച്ച് ചെയ്താൽ 22 വർഷം 22 കിലോമീറ്റർ കടൽഭിത്തി നിങ്ങൾ നിർമ്മിക്കാമായിരുന്നു. മലയാളികൾ എല്ലാ വർഷവും ഓണവും റംസാനും ക്രിസ്മസും ആഘോഷിക്കുമ്പോൾ ഈ പാവപ്പെട്ട തീരദേശവാസികൾ വർഷത്തിലൊരു